രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. ഹിന്ദു സമാജത്തെ സംഘടിപ്പിക്കാനാണ്. പ്രത്യേകിച്ച് ഉത്തര ഭാരതത്തിലൊക്കെ സംഘടനാ ശക്തി വളർത്തിക്കുന്നതിൻ്റെ തരത്തിലൊരു കാര്യമുള്ളതുകൊണ്ട് തുടക്കം മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘത്തെ അവരുടെ ശത്രു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് മലബാർ ഭാഗത്തൊക്കെ ആദ്യകാലത്തെ സംഘത്തിൻ്റെയൊക്കെ പ്രവർത്തനമൊക്കെ നടക്കുന്ന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി വിളിച്ചിരുന്ന മുദ്രാവാക്യം ഈ പരിപ്പി നാട്ടിൽ വേവുകില്ല മോനെ RSSകാരാണ്. നിങ്ങൾ ഉത്തരഭാരതത്തൊക്കെ നടക്കും, ഇത് കേരളമാണ്, കേരളത്തിൽ നടത്തില്ല. ഇതായിരുന്നു അവരുടെ മുദ്രാവാക്യം. അന്നുണ്ടല്ലേ മുദ്രാവാക്യം ഇത് കേരളമാണെന്നുള്ള മുദ്രാവാക്യം. എന്ന് മാത്രമല്ല, നമ്മുടെ ശാഖ നടക്കുന്ന സ്ഥലത്ത് രക്ഷിതാക്കന്മാരെ കണ്ട് കുട്ടികളെ ശാഖയിൽ അയക്കരുത് എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം. സംഘസ്ഥാനിൽ എത്രമാത്രം കാരമുള്ളുകളൊക്കെ കൊണ്ടുവന്ന് വിതറുക. ഈ രീതിയിൽ സംഘത്തെ നേരിട്ട് എതിർത്തില്ലെങ്കിൽ ശരി, സംഘപ്രവർത്തനം വളരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം മലബാർ ഭാഗത്ത് വളരെ കാര്യമായിട്ട് അവർ ചെയ്തിരുന്നു. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചിട്ട് സംഘം വളർന്നു. ഈ വളർന്നു തുടങ്ങിയ സമയത്താണ് മാർക്സിസ്റ്റ് പാർട്ടി തനതായിട്ടുള്ള സ്വഭാവം, അവരുടേതായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളിൽ ബാക്കിയുള്ള ആൾക്കാർ വളരാൻ സമ്മതിക്കില്ല, അവരുടെ പ്രവർത്തനം ആരംഭിക്കാൻ പോലും സമ്മതിക്കില്ല എന്നുള്ളൊരു സൈലൻസ് പാർട്ടി ഗ്രാമങ്ങളിൽ വളർന്നു. പ്രത്യേകിച്ച് നമ്മുടെ 1970കളിലേക്ക് വരുമ്പോഴേക്കുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, മലബാർ ഭാഗത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തമായ എതിർപ്പുണ്ടാകാനുള്ളൊരു കാരണം അവിടെ മറ്റേ മാംഗ്ലൂർ ഗണേഷ് ബിഡി എന്ന് പറഞ്ഞൊരു ഗണേഷ് ബിഡി കമ്പനിക്കാർ ധാരാളം നല്ല പോലെ കേരളത്തിൽ അവരുടെ പുറത്തുണ്ടായിരുന്നു. ധാരാളം മാർക്സിസ്റ്റ് തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവര് തൊഴിലാളികൾ സാധാരണ ഒരുമിച്ചിരിക്കും, 10-9 പേരുണ്ടാവും. അവരെല്ലാവരും തൊഴിലുകൊണ്ടിരിക്കും. ദേശാഭിമാനി പത്രം വായിക്കും, അയാൾക്ക് ഒരു ദിവസം കൂലി കൊടുക്കും. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് യൂണിറ്റിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു ബീഡി കമ്പനികളെല്ലാം. അവരെല്ലാവരും കൂടി സമരം ചെയ്തിട്ട് മാംഗ്ലൂർ ദിനേശ് ബീഡി കമ്പനി നിർത്തിയിട്ട് അവർക്ക് പോകേണ്ടി വന്നു. ഇവിടുത്തെ എല്ലാ കമ്പനി നിർത്തി അവർ പോയി. ആ സമയത്ത് ഈ കമ്പനി ജോലി ചെയ്തിരുന്ന ധാരാളം തൊഴിലാളികളുണ്ട്. അവർക്ക് പൈസയില്ല, ജീവിതം വിഷമാണ്. നമ്മുടെ സ്വയംസേവരുണ്ട് അതിൽ കൊടുത്തിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, മലബാർ ഭാഗത്ത് ദുർഗ ട്രേഡിംഗ് കമ്പനി എന്ന ചില കമ്പനികളൊക്കെ തുടങ്ങിയിട്ട് ഈ മറ്റേ മംഗലാപുരത്ത് പോയിട്ട് ബീഡിയും ഇലയും അതിൻ്റെ ശുക്കയും കൊണ്ടുവരും. എന്നിട്ട് നമ്മുടെ തൊഴിലാളികൾക്ക്, നമ്മുടെ തൊഴിൽ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇത് കൊടുക്കും. അവർ വീടുകൾ പണിതിട്ട് നമ്മൾ ബീഡി കലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർക്ക് പട്ടിണിയില്ല. അവരുടെ പല ആൾക്കാരും പട്ടിണിയിലാണ്. അപ്പോൾ അവർ പലരും നമ്മുടെ കൂടെ വന്നു തുടങ്ങി. ഇപ്പോൾ ശാഖ വളരുന്നു എന്ന് മാത്രമല്ല, അവരെ തൊഴിലാളി മേഖലയിലേക്കും നമ്മുടെ സംഘത്തിൻ്റെ സ്വാധീനം പോകുന്നുണ്ട്. അതാണ് കണ്ണൂർ ജില്ലയിലെ ശക്തമായി സംഘത്തിനെതിരായിട്ടുള്ള നടക്കാൻ കാരണം. നിങ്ങൾ കണ്ട 1969 എൻ്റെ ഓർമ്മ, പിണറായി വിജയൻ പ്രതിയായിട്ടുള്ള നമ്മുടെ വാടിക്കൽ രാമകൃഷ്ണൻ വീട് തൊഴിലാളിയൊന്നുമില്ല, അയാൾ സംഘത്തിൻ്റെ ഒരു പ്രവർത്തകനാണ്. അവിടുത്തെ സജീവ പ്രവർത്തകനെ കൊന്നതിൽ വിജയനടക്കം വിളയും.